വനം വകുപ്പിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ അതിരപ്പള്ളി പോലീസ് മർദ്ദിച്ചെന്നും മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചെന്നും റൂബിൻ ലാൽ പറഞ്ഞു. വനം വകുപ്പിനെതിരായ തെളിവുകൾ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുമാണ് റൂബിൻ പറയുന്നത്. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് രാത്രിയോടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതെന്നും രാത്രി മുതൽ നേരം വെളുക്കും വരെ അടിവസ്ത്രത്തിൽ നിർത്തിയെന്നും റൂബിൻ പരാതിയിൽ പറയുന്നു. അതിരപ്പള്ളിയിൽ പിടിച്ച് പരുക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങളെടുക്കാൻ റൂബിൻ ലാൽ എത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. എന്നാൽ ഇതിനിടെ റൂബിനോടുള്ള മുൻവൈരാഗ്യം മൂലം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ റൂബിൻ ലാലിനോട് മോശമായ വിധത്തിൽ പെരുമാറിയിട്ടില്ല എന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അതിരപ്പള്ളി പോലീസ് പറഞ്ഞു. ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന വനം മന്ത്രി AK ശശീന്ദ്രന്റെ ഉത്തരവിനെ മറികടക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടെ റൂബിനെതിരെ നടപടിയെടുക്കുകയായിരുന്നു. വനം വകുപ്പ് മന്ത്രി അന്വേഷണ വിഷയത്തിൽ ഇത്ര തിരക്കിട്ട് അർദ്ധരാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്തതിനുള്ള കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശം മൂലമാണെന്ന് വ്യക്തമാണ്. വന്യജീവികൾ കൃഷിഭൂമിയിലും പൊതുവഴിയിലും ഇറങ്ങി നടന്ന് കൃഷിനാശവും ജീവഹാനിയും വരുത്തുന്നത് തടയാൻ കഴിയാത്ത വനം വകുപ്പ് തങ്ങളുടെ കൃത്യനിർവഹണം റൂബിൻ ലാൽ തടസ്സപ്പെടുത്തിയെന്ന രീതിയിൽ കേസെടുത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഈ അനീതിക്കെതിരെ തൃശൂർ ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി കിഫ്ബി ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി, സെക്രട്ടറിമാരായ വർഗീസ് പോൾ, ആന്റണി പുളിക്കൻ എന്നിവർ അറിയിച്ചു. 1972 വന നിയമങ്ങൾ പൊളിച്ചെഴുതുക, കർഷക ജീവിതം തിരികെ കൊണ്ടുവരിക, ഫോറസ്റ്റിന്റെ കാട്ടിൽ മതി കാട്ടുനീതി, മനുഷ്യ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, 1972 വന നിയമങ്ങൾ പൊളിച്ചെഴുതുക, കർഷക ജീവിതം തിരികെ കൊണ്ടുവരിക.